കഴിഞ്ഞ ദിവസത്തെ മോഡ്യൂളിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ക്രോഡീകരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി കോൺസെപ്റ്റ്സിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ റിസ്ക് എന്താണ് മാനേജ് എന്താണെന്നുള്ളതെല്ലാം പഠിച്ചു. ഇതുവരെ പഠിച്ച കാര്യങ്ങളിൽ വിപരീതമായിട്ട് ഈ പറയാൻ പോകുന്ന 2 മോഡ്യൂൾ എന്ന് പറയുന്നത് യു ഗൈസ് ആർ ഗോയിങ് ടു ലേൺ 9th മോഡ്യൂൾ കഴിഞ്ഞ് 10th 11th മോഡ്യൂൾ എന്ന് പറയുന്ന റിസ്ക് മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ഫേക്കിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ടാർഗറ്റ്സ് ആൻഡ് ടാർഗറ്റ് എക്സ്റ്റൻഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ടാർഗറ്റ് ആൻഡ് ടാർഗറ്റ് എക്സ്റ്റൻഷൻ നോക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ ഈ ചെറിയ ചെറിയ എല്ലിൻ കഷ്ണങ്ങൾ കൊടുത്തിട്ട് വലിയ മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നതിന് പകരം അപ്പോൾ സ്കാൾപ്പിംഗ് പ്രോഫിറ്റ്സ് 1, 2, 3 തവണ മാർക്കറ്റ് എന്ത് ചെയ്യും, മാർക്കറ്റ് മേക്കേഴ്സ് ഓൾറെഡി ഈ ഒരു സോണിനെ ബേസ് ചെയ്ത് ചെറിയ ചെറിയ പ്രോഫിറ്റ് അവരുടെ കയ്യിൽ നിന്ന് വിട്ടുകൊടുക്കും. സോ ദാറ്റ് മാർക്കറ്റിലുള്ള റീറ്റെയിലേഴ്സ് will think that it's going in an opposite direction. എന്നിട്ട് അവിടെ നിന്നും ഫേക്ക് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ദിവസത്തെ എക്സ്പയറി ഗെയിം തന്നെ നമുക്കൊന്ന് എടുത്തു നോക്കാം. എക്സ്പയറി ഗെയിമിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഓൺ ദിസ് ക്യാൻഡിൽ. നമ്മളിപ്പോൾ ഒരു സമയം ഒരു ചാർട്ട് മാത്രം വെച്ചിട്ടാണ് ഈ ഒരു ടാർഗറ്റ് എക്സ്റ്റൻഷൻ പഠിക്കുന്നത്. ഇതിൻ്റെ ക്ലാരിറ്റി കുറച്ചുകൂടെ കിട്ടാനായിട്ട് അടുത്ത മോഡ്യൂളിൽ നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ഡോണ്ട് വറി ഇഫ് യു ഗെറ്റ് കൺഫ്യൂസ്ഡ്, ഡോണ്ട് വറി. കാരണം ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ കൺഫ്യൂസ് ചെയ്യുന്ന ഒന്നാണ് ടാർഗറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. സോ ലിസൺ കെയർഫുള്ളി ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു അല്ലെ. കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് പോയി, റൈറ്റ്. വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് പ്രീവിയസ് ഗ്യാപ്പ് അപ്പിൻ്റെ അടുത്തേക്ക് പോയി റിജക്റ്റ് ചെയ്തു. പക്ഷേ അറ്റ് ദ സെയിം ടൈം 47,000 നിൽക്കുമ്പോൾ 46,600 പ്രീമിയം ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി നോക്കിയേ. നമ്മളുടെ ആദ്യത്തെ സോൺ ഗ്യാപ്പ് ഡൗൺ ചെയ്തു, പക്ഷേ അവിടെ എന്താ സംഭവിച്ചിട്ടില്ല, നമ്മളുടെ രണ്ടാമത്തെ സോണായിട്ടുള്ള ഈ ഒരു വാല്യൂ ഹിറ്റ് ചെയ്തിട്ടില്ല, റൈറ്റ്. ഇഫ് യു ലുക്ക് കെയർഫുള്ളി ഈ ഒരു വാല്യൂ ഹിറ്റ് ചെയ്തിട്ടില്ല. മറിച്ച് എന്താ സംഭവിച്ചിട്ടുള്ളത്, റെസിസ്റ്റൻസ് സോൺ റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് ഇവിടത്തെയുള്ള ഈ ഒരു സോണിനെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന, ലെറ്റ്സ് സേ ഐ വിൽ ടേക്ക് ദിസ് വൺ. മാർക്കറ്റ് ഇവിടെ നിന്നും നമ്മളുടെ ഒരു 10 പോയിന്റ്സ് വെച്ചാൽ പോലും ഇവിടുത്തെ സോണിനെ ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഡൗൺ ചെയ്തു, പക്ഷേ ഈ ടാർഗറ്റ് ഇവിടെയാണ് അല്ലേ. ഈ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്യാതെ മാർക്കറ്റിനെ റിവേഴ്സിൽ കൊണ്ടുപോയി. അങ്ങനെ വരുന്ന സിനാരിയോയിൽ മാർക്കറ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഫേക്ക് ചെയ്തിട്ട് ഇവിടെ മുകളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളൊരു ധാരണ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട്, അപ്പോൾ ഈ ധാരണ എവിടെയാണ് ക്രിയേറ്റ് ആവുന്നത്, ദിസ് പാർട്ട് അല്ലേ. ഈ ഒരു പാർട്ടിലാണ് ഈ ഒരു ധാരണ ക്രിയേറ്റ് ആവുന്നത്. ഓൺ ദ അപ് സൈഡിൽ ഇവിടെയാണ് ക്രിയേറ്റ് ആവുന്നത് അല്ലേ. ഈ ഒരു അപ്സൈഡിൽ ഈ ധാരണ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് എന്താ ചെയ്യുന്നത്, അടുത്ത ടാർഗറ്റിനെ ഹിറ്റ് ചെയ്തു, അതിനോടൊപ്പം അടുത്ത ടാർഗറ്റ് 2ലേക്കും റാലി ചെയ്തു. പക്ഷെ അവിടെയും എന്താ സംഭവിച്ചിട്ടുള്ളത്, മാർക്കറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതെ വീണ്ടും റിവേഴ്സൽ അടിക്കുകയാണ്. യു ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇവിടെ വീണ്ടും റിവേഴ്സൽ അടിച്ചുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസിനെ ഫേക്ക് ചെയ്ത് കുറേ നേരം നിർത്തി. അപ്പോൾ ആക്ച്വലി ടാർഗറ്റ് എക്സ്റ്റൻഷൻ എന്താണ്, ഒരു ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതെ മാർക്കറ്റ് റിവേഴ്സ് അടിക്കുകയാണെങ്കിൽ അതിനർത്ഥം ആ ടാർഗറ്റ് അടുത്ത തവണ വന്ന് ഹിറ്റ് ചെയ്യുന്നുള്ളതാണ്. ആ ടാർഗറ്റ് അടുത്ത തവണ ഹിറ്റ് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ റിവേഴ്സ് അടിച്ചിരുന്നെങ്കിൽ ദിസ് ക്യാൻ ഗോ ഓൺ അപ് സൈഡ്. പക്ഷേ വീണ്ടും മാർക്കറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതെ അപ് സൈഡ് കൊടുത്തു. വിച്ച് മീൻസ് അന്ന് മാർക്കറ്റ് വീണ്ടും ഒരിക്കൽ കൂടെ 239 ഹിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുതന്നെയാണ് പിന്നീട് സംഭവിച്ചിട്ടുള്ളത്. ലുക്ക് അറ്റ് ദിസ്. ആ മാർക്കറ്റ് എൻഡ് ചെയ്യുന്ന സമയത്ത് പുട്ട് സൈഡിൽ റാലി കൊടുത്തിട്ടാണ് മാർക്കറ്റ് നിർത്തിയിട്ടുള്ളത്. സോ ടാർഗറ്റ് എക്സ്റ്റൻഷൻ ഓൺ ദ കോൾസ് പുട്ട് സൈഡിൽ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അതേ ദിവസം നമ്മൾ ടാർഗറ്റ് എക്സ്റ്റൻഷൻ ഓൺ ദ പുട്ട് കോൾ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21st ഫെബ്രുവരി, റൈറ്റ്, ഓപ്ഷൻ പ്രീമിയം. ഇവിടെ നമ്മളുടെ സപ്പോർട്ട് സോൺസ് ഏതാ വരുന്നത്, ടാർഗറ്റ് എക്സ്റ്റൻഷൻ്റെ കാര്യം ഒന്നും നോക്കാതെ ഇതൊരു റെസിസ്റ്റൻസ് ആണ്. വി നോ ഫോർ എ ഫാക്ട് ഒരു ബിഗ് ക്യാൻഡിൽ കൊടുത്ത് അതിൻ്റെ 50% കൊടുത്തിട്ടുണ്ട്. ഇതൊരു റെസിസ്റ്റൻസ് ആണ്, ഇതൊരു റെസിസ്റ്റൻസ് ആണ് അല്ലേ. ഈ ക്യാൻഡിൽ നോക്കിയിട്ടാണ് നമ്മളിവിടെ ഡ്രോ ചെയ്തത്. എക്സാക്ട്ലി അടുത്ത ദിവസം അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൾ സൈഡിൽ അപ് സൈഡ് പോകുന്നുണ്ടെന്നുള്ള മെസ്സേജ് കൊടുത്തു, റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. രണ്ടാമതും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത സമയത്ത്
അവിടെ നിന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോളാണ് സംഭവിച്ചിട്ടുള്ളത്. ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ്. കോൾ സൈഡിൽ നോക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ സെല്ലേഴ്സ് ആണ്. കോൾ സൈഡ് എപ്പോഴൊക്കെ മുകളിലേക്ക് പോകുന്നു അവിടെയൊക്കെ സെല്ലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ 46,600 പുട്ട് ഓപ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം നമുക്ക് എന്താ തന്നിട്ടുള്ളത്? നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് മൊമെൻറ്റം ആണ് തന്നിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ദ ബൈയിങ് മൊമെൻറ്റം ഓൺ 21st സംഭവിച്ചിട്ടുള്ള ഒരു ബൈയിങ് മൊമെൻറ്റം ആണ്. ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതെ വീണ്ടും നെക്സ്റ്റ് ടൈം ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. പിന്നീട് ഈ ടാർഗറ്റ് റെസിസ്റ്റൻസിനെ സപ്പോർട്ട് ആക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ലോവസ്റ്റ് ലോയിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു എൻട്രി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എൻട്രിയാണ് ആക്ച്വലി ഇവിടെ വർക്ക് ആയിട്ടുള്ളത്. ദിസ് ഹാസ് ഗിവൺ മോർ ദാൻ ഹൗ മെനി പോയിന്റ്സ്? 200 നിന്നും 230 നിന്നും 568 വരെയുള്ള മൂവ്മെൻറ്റ്, ഒരു മൊമെൻറ്റം അല്ലെങ്കിൽ ഒരു ഇൻട്രാഡേ മൂവ് വരെ അല്ലെങ്കിൽ ഒരു പൊസിഷണൽ മൂവ് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് വാട്ട് പീപ്പിൾ വിൽ ഡു ഫോർ ദ റിസ്ക് മാനേജ്മെൻറ്റ് ഫേക്കിംഗ് സിസ്റ്റം. അല്ലെങ്കിൽ ഫേക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുക? ടാർഗറ്റ് എക്സ്റ്റൻഷനിലൂടെയാണ് മനസ്സിലാക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ടാർഗറ്റ് എക്സ്റ്റൻഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏത് സമയത്താണ് ഈ ടാർഗറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളത് അൺപ്രഡിക്റ്റബിൾ ആണ്. It can happen today, it can happen tomorrow, it can happen in the following weeks. Say for example, നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ, ഇപ്പം ഞാൻ ഓപ്ഷൻ പ്രീമിയം എടുത്താണ് നോക്കിയത്, അതിന് പകരം ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ എടുത്തിട്ട് ആ ടാർഗറ്റ് എക്സ്റ്റൻഷൻ്റെ ടോപ്പിക്കിനെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് സീൻ ദാറ്റ് മാർക്കറ്റ് ഇവിടെ നിന്നും കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ കൺസോളിഡേഷനിൽ ഇതൊരു സോണാണ്, ഇതൊരു സോണാണ്, റൈറ്റ്? ദിസ് ഇസ് എ സോൺ, ഇതും ഒരു സോണാണ്, ശരിയല്ലേ? അപ്പോൾ ഈ സോൺ ഇവിടെ നിങ്ങൾ എക്സാക്ട്ലി സൂം ഇൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടു നോ ഇവിടെ നിന്നുള്ള ഫോൾ എന്ത് സംഭവിക്കണം? ഇവിടെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യണം അല്ലേ. പക്ഷേ ഈ 50% എബോവ് ക്ലോസ് ചെയ്യും, പക്ഷേ നെക്സ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതെ നിർത്തുകയും ചെയ്തു. സെക്കൻഡ് ടൈം ഓൾസോ 50% എബോവ് ക്ലോസ് ചെയ്തു, ഈ ക്യാൻഡലിൻ്റെ 50% എബോവ് ക്ലോസ് ചെയ്തു, പക്ഷേ ഈ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതെ മാർക്കറ്റ് നിർത്തി. മൂന്നാമത്തെ തവണയും 50% അടുത്ത് വന്ന് ക്ലോസ് ചെയ്തു, പക്ഷേ ഈ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതെ മാർക്കറ്റ് നിർത്തി. അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചിട്ടുള്ളത്? മാർക്കറ്റ് നല്ല രീതിയിൽ ആ ടാർഗറ്റ് എല്ലാം ഹിറ്റ് ചെയ്യാനുള്ള, അതായത് ഫസ്റ്റ് ടാർഗറ്റ് എക്സ്റ്റൻഷൻ കൊടുത്തപ്പോൾ ഈ ടാർഗറ്റാണ്, സെക്കൻഡ് ടാർഗറ്റ് എക്സ്റ്റൻഷൻ കൊടുത്ത സമയത്ത് ഈ ഒരു ടാർഗറ്റാണ് വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിലാണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത് അല്ലേ, ദിസ് പോയിന്റ്. തേർഡ് ടാർഗറ്റ് എക്സ്റ്റൻഷൻ വന്ന സമയത്ത് അതിനും താഴെയാണ് വരേണ്ടത്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് വി ആർ എക്സ്പെക്റ്റിംഗ് നൗ. ഈ ഒരു ഫോൾ വന്ന് ഇവിടെ ടെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇവിടെ ടെസ്റ്റ് ചെയ്യാനും. അപ്പോൾ മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യൂ ഉണ്ടല്ലേ, പൊസിഷണൽ വ്യൂ, ബാങ്ക് നിഫ്റ്റി ആൻഡ് മാർക്കറ്റിൽ ഇൻഡെക്സ് ഒരു 7% ഫോളിനുള്ള സാധ്യത, അത് ഈ ഒരു ബേസിസിലാണ് ചെയ്തിട്ടുള്ളത്. സോ അണ്ടർസ്റ്റാൻഡ് ദ ടാർഗറ്റ് എക്സ്റ്റൻഷൻ. അതുപോലെ തന്നെ ഈ ഒരു ടാർഗറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു സോൺ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ടായിരുന്നത്. ആ ഫസ്റ്റ് ടാർഗറ്റിൻ്റെ എക്സ്റ്റൻഷൻ റാലി കഴിഞ്ഞ് മാർക്കറ്റ് ഇവിടെ നിന്ന് ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാർഗറ്റ് നോട്ട് ദിസ് വൺ, ദിസ് വൺ 43,226 മാർക്കറ്റ് ഫോൾ ആവാനായിട്ട് പോകുന്നത്. ആൻഡ് ദിസ് ട്രേഡ് ഇസ് ഗോയിങ് ടു കം ടിൽ ഹിയർ. ലുക്ക് അറ്റ് ദിസ്. അപ്പോൾ ഇവിടം വരെ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് എന്ത് സൈനാണുള്ളത്? ഒരു ഷോർട്ട് സെല്ലിങ്ങിൻ്റെ സിഗ്നേച്ചറാണ്. അതുപോലെ തന്നെ ഈ ട്രേഡിംഗ് സോണിൽ ടാർഗറ്റ് എത്ര പോയിന്റ് ഉണ്ട്? ഇഫ് യു റിസ്ക് 65 points നൗ, 3,701 points ടാർഗറ്റ് ഉള്ള ഒരു ട്രേഡാണ്. അപ്പോൾ ഭംഗിയായിട്ട് ഈ ഒരു ടാർഗറ്റ് എക്സ്റ്റൻഷൻ കൂടി പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. നിങ്ങളെ കുറേ എൻട്രീസ് ഇത് വേണോ വേണ്ടയോ എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ക്ലാരിഫൈ ചെയ്യേണ്ട മറ്റൊരു പോയിന്റ്സ് ആണ് എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് മെത്തേഡ്, ദെൻ ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത മോഡ്യൂളിൽ ദ 12th and 13th മോഡ്യൂൾ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് എൻട്രി എക്സിറ്റും അതുപോലെ തന്നെ ടാർഗറ്റ് എക്സ്റ്റൻഷൻ വരുന്ന രീതിയിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു ഡിസിഷൻ മേക്കിംഗ്. ഇത്രയും നേരം നമ്മൾ ഓരോ പ്രീമിയത്തിലാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി എങ്ങനെയാണ് ഒരു കമ്പയർ ചെയ്തുകൊണ്ട് സ്പോട്ടിലെ ചാർട്ടും അതുപോലെ തന്നെ ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ കോൾ സൈഡും പുട്ട് സൈഡും കമ്പയർ ചെയ്ത് ഒരു ഡിസിഷൻ മേക്കിംഗ് എടുക്കുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം ഇൻ ദ നെക്സ്റ്റ് മോഡ്യൂൾ. വാട്ട് യു ഹാവ് ടു ഡു ഈസ് ടാർഗറ്റ് എക്സ്റ്റൻഷൻ വരുന്ന അറ്റ്ലീസ്റ്റ് ഒരു 10 ചാർട്ടെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നോക്കുക. റിയൽ ടൈം മാർക്കറ്റിൽ 2 days ഈ ടാർഗറ്റ് എക്സ്റ്റൻഷൻ തന്നെ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യുക. റൈറ്റ് ഡൗൺ യുവർ എൻട്രി സ്ട്രാറ്റജീസ്,
റൈറ്റ് ഡൗൺ യുവർ ടാർഗറ്റ് എക്സ്റ്റൻഷൻ സ്ട്രാറ്റജീസ്. എന്നിട്ട് ഈ 2 സ്ട്രാറ്റജിയും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാതെ കുറച്ചുകൂടെ ക്ലാരിറ്റി കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. സോ ദാറ്റ് നെക്സ്റ്റ് മോഡ്യൂൾ കഴിയുന്ന സമയത്ത് യു വിൽ ഗെറ്റ് എൻ എ റൈറ്റ് എൻട്രി എക്സിറ്റ് ടാർഗറ്റ് കീപ്പ് ചെയ്ത്, സ്കാൾപ്പിംഗ് ആണെങ്കിലും മൊമെൻറ്റം ആണെങ്കിലും ഇൻട്രാഡേ ആണെങ്കിലും പൊസിഷൻ ആണെങ്കിലും യു വിൽ ബി ഏബിൾ ടു ഡു അമേസിംഗ് വർക്ക്. Okay, all the very best for your practice. See you on the next module.